അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമുക്കെപ്പോൾ ചിന്തിച്ചാലും ഒരു ഈമാനികമായ ഒരു പ്രചോദനം കിട്ടാവുന്ന എന്തെങ്കിലും ആശയങ്ങളുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ പ്രസക്തമായി തോന്നുന്നൊരു കാര്യമാണ് സൂറത്തുൽ അസ്ർ. അപ്പം നമ്മൾ വളരെയധികം നമസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന നമുക്ക് മിക്കവാറും ആളുകൾ കാണാതെ അറിയുന്ന ഒരു സൂറത്താണ്. മഹാനായ ഇമാം ഷാഫിഈ റഹ്മഹുല്ല അതിനെക്കുറിച്ച് പറഞ്ഞത് ആ സൂറത്തിലെ വസിഅത്തുഹും, ആ സൂറത്ത് മതി അവർക്ക് എന്നാണ്. അത്രമാത്രം ആശയ സമ്പൂർണ്ണതയുള്ളതും വിശുദ്ധ ഖുർആനിൻ്റെ ഒരു സംക്ഷിപ്തത്തെ വേണമെങ്കിൽ ഉൾക്കൊള്ളുന്നതുമാണ് ആ സൂറത്ത് എന്ന് പറയാൻ പറ്റും. അപ്പോൾ എന്താണ് ആ സൂറത്തിൻ്റെ ഒരു കണ്ടൻറ്റ്? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണല്ലോ. അതായത് നമ്മൾ ഒരു നന്മ അല്ലെങ്കിൽ ഒരു തിന്മ നമ്മളിന്ന് സംഭവിക്കണമെങ്കിൽ അതിനെന്ത് വേണം? ഒരു സമയം വേണം. അപ്പോൾ നിങ്ങൾ അസർ ജമാഅത്തായി നമസ്കരിച്ചു, എപ്പോഴായിരുന്നത്? 4:10. നിങ്ങൾ ദുഹാ നിസ്കരിച്ചു, എപ്പോഴായിരുന്നു അത്? രാവിലെ ഒരു 8 മണിക്ക്. അപ്പോൾ അതിന് സമയം വേണം അല്ലേ? നമ്മളൊരു വൃത്തികെട്ട അശ്ലീലത കണ്ടു, അതെപ്പോഴായിരുന്നു? രാത്രി ഒരു 12 മണിക്ക്. എല്ലാ നന്മ തിന്മകളും സംഭവിക്കുന്നത് ഒരു സമയത്തിലാണ്, അല്ലെങ്കിൽ ഒരു കാലത്തിലാണ്. അപ്പോൾ രാത്രിയും പകലുമാകുന്ന കാലത്തിനുള്ളിലാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാലം, അതിനെക്കൊണ്ടാണ് അള്ളാഹു സത്യം ചെയ്യുന്നത്. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം എന്നവണ്. അപ്പോൾ മനുഷ്യൻ്റെ നന്മ തിന്മകൾ സംഭവിക്കുന്ന ആ ഒരു കാലത്തെയാണ്, രാപ്പകലുകളെയാണ്, ആ ഒരു ടൈമിനെയാണ് അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത്. അപ്പോൾ ഈ കാലമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ കിട്ടിയ ടൈം, ആ കാലം, അതിൻ്റെ ഉള്ളിൽ നാം ചെയ്തത് തിന്മകളാണെങ്കിൽ ആ തിന്മയുടെ ഫലം, നന്മയാണെങ്കിൽ നന്മയുടെ ഫലം. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ സമയത്തെ സമ്പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? ശരിക്കും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ? അതിന് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ എന്നറിയലാണ് ഈ കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ എത്ര വയസ്സായി? അത്ര കാലം നമ്മൾ ജീവിച്ചു. ആ കാലം, ആ ഡ്യൂറേഷൻ, ആ അളവ്, ആ കാലാവധി നമ്മൾക്ക് ലാഭമായിരുന്നു, നഷ്ടമായിരുന്നു? പൊതുവേ അത് നഷ്ടമാണ്. എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പൊതുവായി പറയുമ്പോൾ അത് മുഴുവനും അവർ ലാഭകരമാക്കി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ലാഭമുണ്ടാകുന്നത് എങ്ങനെയാണ്? ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. 4 കാര്യങ്ങളാണ് പറയണത്. ആ 4 കാര്യങ്ങളിലുള്ള ഒരു വിസ്മയം എന്ന് പറഞ്ഞാൽ 2 ഒരു മനുഷ്യനെ പൂർണ്ണനാക്കാൻ ഉപകരിക്കുന്നതാണ്. 2 കാര്യം മറ്റൊരാളെ പൂർണ്ണനാക്കി കൊടുക്കാൻ, ഒരാളിൽ പൂർണ്ണത ഉണ്ടാക്കി കൊടുക്കാൻ ചെയ്യാവുന്ന 2 പ്രവർത്തനങ്ങളാണ് അതിൽ പറഞ്ഞത്. ഒന്നാമത്തെ എന്താ? ഇല്ലല്ലദീന ആമനു വഅമിലു, ഈമാനും അമലു സ്വാലിഹാത്തും. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ ആ പ്രവൃത്തി നമ്മുടെ അറിവിൽ നിന്നാണ് ആ പ്രവൃത്തി നമ്മൾ ചെയ്യുന്നത്. ആ അറിവാണ് ഈമാൻ. ഈമാൻ എന്ന അറിവാണ്, അള്ളാഹിനെക്കുറിച്ചുള്ള അറിവ്, പരലോകത്തെക്കുറിച്ചുള്ള അറിവ്. അപ്പോൾ നമ്മൾ നിരന്തരമായി നമ്മുടെ വിശ്വാസങ്ങളെ പൂർത്തിയാക്കാൻ, നമ്മളെ ഇസ്ലാമിനെ പൂർത്തിയാക്കാൻ എന്താണ്? നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കത് നമ്മുടെ കാലം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന ഒരു പ്രചോദനം ഇന്ന് കിട്ടി ആദ്യം. രണ്ടാമത്തത്, നമ്മുടെ വിശ്വാസം എന്നത് അറിവാണ്. അപ്പോൾ എപ്പോഴും ഞാൻ അറിവ് പഠിച്ചുകൊണ്ടിരിക്കണം, റേഡിയോ കേട്ടുകൊണ്ടിരിക്കണം, പരിഭാഷ വായിച്ചുകൊണ്ടിരിക്കണം, ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കണം. ആ അറിവുകളാണ് ഈമാൻ. അപ്പോൾ നമ്മളാകുന്ന ഒരു മനുഷ്യൻ്റെ പൂർത്തീകരണത്തിൽ ആ അറിവ് നമുക്ക് വരണം. ആ അറിവ് വഅമിലു സൽപ്രവർത്തനം. അറിഞ്ഞാൽ പോരല്ലോ, ഓരോ അറിവുകളും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനത്തിനാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഓരോ അറിവും നമ്മളെ പ്രവർത്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു എന്നുള്ളതല്ലേ? അപ്പോൾ പ്രവർത്തനങ്ങളുണ്ടാകും, എന്തെങ്കിലും എല്ലാ പ്രവർത്തനത്തിലും പെടും. ആരാധനകൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, നന്മയായിട്ട് എന്തെല്ലാം ഉണ്ടോ മനുഷ്യന് ചെയ്യാൻ, ഹജ്ജ്, നോമ്പ്, എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഉൾക്കൊള്ളും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുക, അത് നമ്മൾ പ്രവർത്തിക്കുക. ഇനിയോ വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. ഹക്ക് എന്താണ്? ഹക്ക് ദീനാണ്. നമ്മൾ മനസ്സിലാക്കിയ ഏതൊരു കാര്യവും, ഏതൊരു ദീനീ കാര്യത്തെയും നമുക്ക് ഹക്ക് എന്ന് പറയാൻ പറ്റും. ആ ഹക്കിനെ നമ്മൾ എന്ത് ചെയ്യുക? അത് കൈക്കൊള്ളാൻ വേണ്ടി പരസ്പരം നമ്മൾ ഉപദേശിക്കുക. അപ്പോൾ നമ്മുടെ കൂടെ ജീവിക്കുന്ന മക്കൾ, ഭാര്യമാർ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, അവർക്കൊക്കെ എന്ത് ചെയ്യുക? ദീനിൻ്റെ എന്തെങ്കിലും ശകലങ്ങൾ നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മൾ നിരന്തരം, അപ്പോൾ ആ വ്യക്തികളൊക്കെ എന്ത് ചെയ്യും? നമ്മളെപ്പോലെ തന്നെ വിശ്വാസവും പ്രവർത്തനങ്ങളുള്ളവരായി മാറും. വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൈക്കൊള്ളാൻ വേണ്ടി. ക്ഷമ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു വ്യക്തി
വ്യക്തി എന്തിലേക്ക് വരണമെങ്കിലും, ഒരു നന്മയിലേക്ക് വരണമെങ്കിലും ഒരു തിന്മ ഉപേക്ഷിക്കണമെങ്കിലും ജീവിതത്തിലെ പരീക്ഷണങ്ങൾ അതിജീവിക്കണമെങ്കിലും ഒക്കെ എന്ത് വേണം? ക്ഷമ വേണം. അപ്പോൾ ആ ക്ഷമ പരസ്പരം കൈക്കൊള്ളാൻ വേണ്ടി ഉപദേശിക്കാം. അപ്പോൾ 2 കാര്യം നമ്മളെ പൂർണ്ണമാക്കാനും 2 കാര്യം, അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ സൂറത്ത് ഇങ്ങനെ ഓർമ്മിച്ചാൽ നമുക്ക് മനസ്സിലാവും, എന്തെങ്കിലും കേൾക്കണം, പഠിക്കണം, എന്തെങ്കിലും പ്രവർത്തിക്കണം, ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കണം, ഇതിൻ്റെ ഉള്ള പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. എൻ്റെ ജീവിതം വെറുതെ പോകാൻ പറ്റില്ല, നഷ്ടപ്പെടാൻ പറ്റില്ല. എൻ്റെ കാലം ഇന്നത്തെ ഒരു ദിവസം പോയി, ഒരാഴ്ച പോയി, ഒരു മാസം പോയി, എനിക്കിപ്പോൾ എത്ര വയസ്സായി. ഇങ്ങനെ ചിന്തിക്കുവാനുള്ളൊരു മോട്ടിവേഷൻ, ഒരു പ്രചോദനം നമുക്ക് നൽകാൻ ഈ സൂറത്തിന് പറ്റും. അപ്പോൾ ഇത് ഓതുമ്പോഴൊക്കെ ഒന്ന് മനസ്സിരുത്തി ഓതുക, ഇത് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഓതി കേൾപ്പിച്ചു കൊടുക്കുക, ഈ ആശയങ്ങൾ നമ്മൾ കൈമാറ്റം ചെയ്യുക. അള്ളാഹു സഹായിക്കട്ടെ.